വിശുദ്ധ വീതി, സ്വർഗ്ഗത്തിലേക്കുള്ള വീതി. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ആശയടക്കമാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഓൺ സ്ക്രീനിലുള്ളത് ജസ്റ്റിൻ ചേട്ടനും ടിറ്റി ചേച്ചിയാണ്. അവർ ആലുവയിൽ നിന്നാണ് വരുന്നത്. അവർക്ക് 6 മക്കളാണുള്ളത്. ജസ്റ്റിൻ ചേട്ടൻ IT മേഖലയിൽ പ്രവർത്തിക്കുന്നു. ടിറ്റി ചേച്ചി ഹോം മേക്കറാണ്. വെൽക്കം ജസ്റ്റിൻ ചേട്ടാ, വെൽക്കം ടിറ്റി ചേച്ചി. ചേച്ചി, ഈ ആശയടക്കത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, പ്രത്യേകിച്ച് നോമ്പ് കാലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഭക്ഷണം എന്തൊക്കെ നമുക്ക് ത്യജിക്കാൻ പറ്റും എന്നാണ്. അപ്പം ഞങ്ങൾ നോമ്പെടുക്കുമ്പോൾ എപ്പോഴും ഞങ്ങളുടെ മക്കളെയും ഇൻവോൾവ് ചെയ്യും. അതിൻ്റെ മെയിൻ ഒരു കാരണം ഇതാണ്, ഇൻ ഫ്യൂച്ചർ ഞങ്ങളില്ലാത്തൊരു സമയം വരുമ്പോൾ അവർക്ക് അത് നാച്ചുറലായിട്ട് അവർക്ക് നോമ്പെടുക്കാൻ തോന്നണം. അത് ചെറുപ്പം മുതൽ ശീലിക്കുമ്പോൾ അത് അവർക്കൊരു ഇഷ്യൂ ആയിരിക്കില്ല പിന്നീട് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നോമ്പ് മക്കളെയും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് നോമ്പെടുക്കുക. അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇക്കാലത്ത് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നത് ഈ സ്മാർട്ട് ഫോണിലാണ്. അപ്പം നമുക്കിപ്പോൾ ഒത്തിരി സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പോലെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി സമയം ചിലവഴിക്കുന്നത് ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, യൂട്യൂബ് ഒരു കോൺഷ്യസ് എഫേർട്ടായിട്ട് നോമ്പ് കാലത്ത് ഞാൻ യൂട്യൂബ് കാണാതിരിക്കും. അത്യാവശ്യം ചില ചാനൽസ്, ഇപ്പം നല്ല ചാനൽസ്, സ്പിരിച്വൽ ഗ്രോത്തിനുള്ള നല്ല ചാനൽസ് ഉണ്ട്. ഡാനിയൽ പൂവനത്തിൽ, അച്ഛൻ്റെ ഫാദർ ഡാനിയൽ പൂവനത്തിൽ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. അങ്ങനത്തെ ചില ചാനലുകൾ മാത്രം കാണും. പിന്നെ ഫേസ്ബുക്ക് ഒരു 4-5 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ ഫോണിലില്ല, ആപ്ലിക്കേഷനേ ഇല്ല. അപ്പം അത് വളരെ ഒരു അഡിക്റ്റീവായൊരു ആപ്ലിക്കേഷനാണ്. അപ്പം മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ആപ്പ് തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ പറയാൻ ആശയടക്കത്തെ കുറിച്ച് കൂടുതലായിട്ട് വരുന്നത്, നമ്മൾ ഈ ഒരു ആശയടക്കങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഈ മക്കൾ ചോദിക്കും എന്തുകൊണ്ട് ഈ ഒരു ആശയടക്കം ചെയ്തേ, ആശയടക്കം എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അതിന് നമുക്ക് ഞാൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈശോയോട് കൂടുതൽ സ്നേഹത്തിൽ വളരാനായിട്ട് ഈ ആശയടക്കങ്ങൾ നമ്മളെ സഹായിക്കും. നമുക്കിപ്പോൾ അത് മനസ്സിലാവില്ലായിരിക്കാം, പക്ഷേ നമുക്ക് ഭാവിയിലാകുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഈ ഒരു ഇതിന് ഇത്രയും വാല്യൂ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഈ ഒരു ആശയടക്കത്തിലൂടെ കൊച്ചുങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതവർക്ക് സ്വീകരിക്കാനായിട്ടും പറ്റാറുണ്ട്. ഈ ആശ അടക്കുന്നതിലുള്ള ഗുണം ഒന്ന് പറയാമോ? ഈ ആശയടക്കം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിക്കഴിയുമ്പം മെയിനായിട്ട് എനിക്ക് കിട്ടിയ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ഞാൻ പെർമനൻ്റ് ആയിട്ട് ഉപേക്ഷിക്കുകയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമുണ്ടായിരുന്നില്ല, ഭയങ്കര ടെംപ്റ്റേഷൻസ് ആയിരുന്നു അത് കഴിക്കാനായിട്ടും. ആ ഒരു ഭക്ഷണ സാധനം കിട്ടുന്ന സാഹചര്യങ്ങൾ ഒത്തിരി വന്നപ്പോഴും കുറേ മിസ്സിങ് ഒക്കെ തോന്നി. പക്ഷേ പതിയെ അതെൻ്റെ ശീലമായിട്ട് മാറി. പിന്നെ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആ ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റാതെയായി. അപ്പോൾ ഈ കഴിക്കാൻ പറ്റാതെയായി കഴിഞ്ഞൊരു സാഹചര്യത്തിൽ ഈശോ എനിക്ക് നൽകിയൊരു പുതിയ ബോധ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെ ഞാൻ ഇങ്ങനെയാണ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യുന്നത്, നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കുന്നത്, ഈ ക്രിസ്തുവിൽ പുതിയ വ്യക്തിയായിട്ട് മാറ്റുന്നത് ഞാൻ ഇങ്ങനെയാണ്. അപ്പം നീ പൂർണ്ണമായിട്ടും എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, നീ പൂർണ്ണമായിട്ടും എന്നെ നിന്റെ ഉള്ളിൽ വസിക്കുന്ന എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ ഇതുപോലെയാണ് നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റുന്നത് എന്നുള്ളൊരു കാര്യം. അതെനിക്ക് ഭയങ്കര ഒരു ഉണർവായിരുന്നു ആ ഒരു കാര്യം. പിന്നെ അത് മാത്രമല്ല, മക്കൾ ഇത് കണ്ട് ശീലിക്കുന്നത് കൊണ്ട്, അപ്പം അവർക്ക് ഒരു സാധനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അത് കിട്ടിയിട്ടില്ലെങ്കിൽ, പെട്ടെന്ന് കിട്ടിയില്ല എന്ന അർത്ഥത്തിൽ അവർക്ക് അത്ര വിഷമാകാറില്ല. അത് കുഴപ്പമില്ല, പ്രശ്നമില്ല. അല്ലെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ വേറൊരാളത് നശിപ്പിച്ചു, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ കൂടെ അതിനെ ലൈറ്റായിട്ട് എടുക്കാനായിട്ട്, ഒത്തിരി വിഷമിക്കാതെ
അത് കുഴപ്പമില്ല, ഇതിലും നല്ലത് ഞങ്ങൾക്ക് കിട്ടും എന്നൊരു കാര്യം കൂടെ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസം തരുന്നുണ്ട്. പല സാഹചര്യത്തിലും അങ്ങനെ അവർ ചിന്തിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട്, ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ അപ്പാ, ഓക്കെ അമ്മ, കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ചെറുപ്പം മുതലേ ഞാൻ ശരിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഞങ്ങളുടെ പള്ളിയിലെ ഒരു ഇടവക പള്ളിയിലെ ഒരു പ്രേയറിന്റെ ലീഫ്ലെറ്റ് ഒരു പ്രാവശ്യം ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അപ്പം ഈ ലീഫ്ലെറ്റിന്റെ പിന്നിൽ അവരിങ്ങനെ എഴുതിയിരുന്നു, ഈ പ്രാർത്ഥന ഫലിക്കാനായിട്ട് എന്ത് ത്യാഗമാണ് എടുക്കാൻ പറ്റുകയെന്ന്. അപ്പം ആ സമയത്ത് ഞാൻ 6ലോ 7ലോ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം, ഭക്ഷണം ഏതെങ്കിലും സമയത്ത് കഴിക്കാതിരിക്കുക എന്നായിരുന്നു. അപ്പം ചെറുപ്പം മുതലേ ഞാൻ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും രാത്രി ഭക്ഷണം കഴിക്കാറില്ല. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ത്യാഗം അല്ലെങ്കിൽ ഈ ആശയടക്കത്തെ നമുക്ക് ഒരു പ്രാർത്ഥനയാക്കി മാറ്റാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാനായിട്ട് തോന്നിയത്, ഇങ്ങനത്തെ ഈ ഒരു ചെറിയ ത്യാഗങ്ങളിലൂടെ നമ്മുടെ മക്കളുടെ വിശുദ്ധീകരണം ഒത്തിരി നടക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങളിൽ ചിലപ്പോൾ മക്കളുടെ ചില ക്യാരക്ടർ ഫോർമേഷനിലുള്ള കാര്യങ്ങൾ മാതാപിതാക്കളുടെ ഈ ഒരു ത്യാഗമായ പ്രവൃത്തികളിലൂടെ അതിന് ഒത്തിരി ദൈവം അവിടെ ഇടപെടുകയും അവിടെ പ്രവർത്തിക്കുകയും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നതായിട്ട് പല സാഹചര്യങ്ങളിലും ഞങ്ങൾക്കത് ഫീൽ. ഇപ്പം മക്കൾ അതനുസരിച്ച് അഡ്ജസ്റ്റഡ് ആകാനായിട്ട്, ഇപ്പം അപ്പൻ ഈ ഒരു സമയം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പം അതുകൊണ്ട് മക്കൾ അപ്പന് വേണ്ടി അപ്പനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് പല സാഹചര്യങ്ങളിലും കാണാനായിട്ട് ഇട വന്നിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ആ ഒരു കാര്യം അവർക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട്, ജീവിതത്തിലൂടെ ഭാഗമാക്കിയിട്ട് അവർക്കും അതൊരു അവരുടെ ക്യാരക്ടർ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ആശയടക്കങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും സഹായകമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച് ചേച്ചി. ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. താങ്ക് യു. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം അപ്പുറത്തെ സ്ക്രീനിൽ ടോജിൻ ചേട്ടനും മീനു ചേച്ചിയും ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അവരിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഗസ്റ്റ് റീജ ചേച്ചിയാണ്. റീജ ചേച്ചി എറണാകുളത്താണ് വീട്. ഹസ്ബൻഡ് പ്രിജോമി ചേട്ടൻ. അവർക്ക് 6 മക്കളാണ്. ഓക്കെ, അപ്പം റീജ ചേച്ചി വിശുദ്ധ രീതിയിലേക്ക് സ്വാഗതം. അപ്പോൾ ചേച്ചി ഇപ്പോൾ ടോപ്പിക് ഏതായാലും കേട്ടല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ചോദിക്കുകയാണ്, എന്താ ഈ ആശയടക്കം, അല്ലെങ്കിൽ എന്താണ് ആശയടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോകത്തിലുള്ള സകല തിന്മകൾക്കും അടിസ്ഥാന കാരണമായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ആശകളാണ്. സമ്പത്തായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, ഭക്ഷണം, പല വിധത്തിലുള്ള ആശകളാണ് ഈ ലോകത്തിലെ സകല തിന്മകളുടെയും അടിസ്ഥാന കാരണമായിട്ട് വരുന്നത്. നമ്മളുടെ ആദ്യ മാതാപിതാക്കളുടെ ആണെങ്കിലും ഹവ്വായിക്ക് ആ പഴം കണ്ടപ്പോൾ തോന്നിയ ആ ഒരു ആശയെ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ലോകത്തിൽ ഈ പാപം കടന്നു വരില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള ആശകളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട്. അത് നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി അതൊന്ന് മാറ്റി വയ്ക്കുമ്പോഴാണ് ആ ആശ അടക്കമായിട്ട് ഒരു പുണ്യമായിട്ട് മാറുന്നത്. നമുക്ക് പലപ്പോഴും നമ്മുടെ പല ആശകളും സാധിച്ചു കിട്ടാത്തത് കൊണ്ട് അതിനെ അടക്കം ചെയ്യുന്നത് ഒരു പുണ്യമല്ല. എന്നാൽ അതേസമയം ഈ ആശകളെല്ലാം നമ്മൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് അങ്ങനെ ഒരു ആശയടക്കം വരുമ്പോഴാണ് അതൊരു പുണ്യമായിട്ട് മാറുന്നത്. നമ്മളുടെ വിശുദ്ധരാണെങ്കിലും പല വിശുദ്ധരും അവരുടെ പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും മാത്രമല്ല വിശുദ്ധരായി തീർന്നത്. അവരൊരുപാട് ആശയടക്കങ്ങൾ ചെയ്തിട്ടാണ് വിശുദ്ധിയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ഈ ഒരു ആശയടക്കം എന്ന പുണ്യം സ്വർഗത്തിലേക്ക് എത്തുവാനായിട്ട്, നമ്മുടെ ഈ ലോകത്തെ ജയിച്ച് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒരു പുണ്യമാണ്. ഓക്കെ, അപ്പം ചേച്ചി ആശയടക്കത്തിൽ ഈ പരിശീലനത്തിൻ്റെ പ്രസക്തി എന്താണെന്നൊന്നു ഷെയർ ചെയ്യാവോ? നമ്മൾ ആശയടക്കം എന്ന പുണ്യം ഞാൻ ഇന്നു മുതലങ്ങ് പരിശീലിച്ചേക്കാം എന്നോർത്ത് നമ്മൾ ഒരു ദിവസം അങ്ങ് തുടങ്ങുവാണെങ്കിൽ ചിലപ്പോഴത് ഒരു പ്രായമായ ഒരു വ്യക്തിയാണത് തുടങ്ങുന്നതെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വിജയിപ്പിക്കാൻ പറ്റില്ല. അതേസമയം കുഞ്ഞുങ്ങളായിരിക്കുമ്പം മുതലേ നമ്മൾ അവർക്ക് ഒരു പരിശീലനം കൊടുക്കുകയാണ്, ആശയടക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനം കൊണ്ടുവരികയാണെങ്കിൽ ഭാവിയിലേക്ക് വളർന്നു വരുന്നതിനനുസരിച്ച്, പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലൊക്കെ എത്തുമ്പോൾ അവർക്ക് പല കണ്ണിൻ്റേതായ ആശകളെയും പലതരം, അതായത് നമ്മുടെ ആശയടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ആശകളെ എല്ലാം നമ്മൾ അടക്കണം.
അത് ചെറുപ്പം മുതലേ നമ്മൾ അവരെ പരിശീലിപ്പിച്ചു കൊണ്ട് വന്നാൽ ചെറിയ ചെറിയ അവരുടെ കുഞ്ഞ് ആഗ്രഹങ്ങളെ പോലും അതിനൊരു പരിശീലനം കൊടുക്കുകയാണെങ്കിലാണ് നമുക്ക് വലുതാവുമ്പോഴും ആ ഒരു ആശയടക്കം എന്ന പുണ്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ചെറിയ കൊച്ചുങ്ങളെയും കൊണ്ടൊക്കെ എന്തെങ്കിലും ഷോപ്പിലേക്കോ ഒക്കെ പോകുകയാണെങ്കിൽ ടോയ്സ് എന്തെങ്കിലും കാണുമ്പോഴോ അല്ലെ അവർക്ക് ഇഷ്ടമുള്ള മിഠായി കാണുമ്പോഴോ ഒക്കെ അവരത് നമ്മളോട് വാങ്ങിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് കരയുകയും വാശി പിടിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ സാധാരണ ആൾക്കാരെല്ലാം പെട്ടെന്ന് ഓർക്കും, അയ്യോ ആ കടയിലുള്ളവരെന്ത് വിചാരിക്കും, കാണുന്നവരെന്ത് വിചാരിക്കും, കൊച്ചു കരയുവാണല്ലോ, നാണക്കേടാണല്ലോ, എന്നാൽ അവർക്കത് വാങ്ങിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരും അതുകൊണ്ട് കൊച്ചിൻ്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അത് കൊച്ചുങ്ങൾക്ക് പിന്നെ ഒരു താളമായിട്ട് മാറും. അവർ പിന്നെ അവർക്ക് ആഗ്രഹം വരുമ്പോഴെല്ലാം നിലത്ത് കിടന്ന് കൈകാലിട്ടടിച്ച് കരയും, അങ്ങനെ വാശി പിടിക്കുമ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ശീലത്തിലേക്ക്, അത് അവരുടെ ആഗ്രഹങ്ങളെല്ലാം തൃപ്തിപ്പെടുത്തുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് പോകുന്നത്. അതേസമയം നമ്മളതൊരു നാണക്കേടായിട്ട് കരുതാതെ നമ്മുടെ കുഞ്ഞിൻ്റെ ഭാവി, നമ്മുടെ കുഞ്ഞ് നന്നായിട്ട് വളരണം എന്നുള്ള ആഗ്രഹത്തിൽ അവർക്ക് ഇപ്പോഴത് വാങ്ങിച്ചു തരില്ല, കുറച്ച് ദിവസം കഴിയട്ടെ, അതിനെക്കുറിച്ച് ആലോചിക്കട്ടെ, നോക്കാം, പിന്നെ വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവർക്കത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ചിലപ്പോൾ കരയുമായിരിക്കും. എന്നാലും അങ്ങനെ പറഞ്ഞ് ചെറുപ്പം മുതലേ അവരെ ആ ഒരു പരിശീലനം കൊടുത്തുകൊണ്ട് വരുവാണെങ്കിൽ അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ കാര്യത്തിലാവട്ടെ, വസ്ത്രങ്ങളുടെ കാര്യത്തിലാകട്ടെ ഒക്കെ നമുക്ക് ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കാം. നമ്മളെ സംബന്ധിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ യൂണിഫോമാണ് മിക്കവാറും കുട്ടികൾക്ക്. പള്ളിയിലായിരിക്കും, പിന്നെ അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം വരുമ്പോൾ ഒരുപാട് ഡ്രസ്സൊന്നും വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ മാതാപിതാക്കൾ ചെറുപ്പത്തിൽ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അവർക്കതൊന്നും സാധിച്ചില്ല. അപ്പോൾ അവരവരുടെ മക്കളിലൂടെ അവരുടെ പല ആഗ്രഹങ്ങളും പല സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തും ഒക്കെ അവരുടെ സ്വന്തം ആശ മക്കളിലൂടെ തീർക്കുന്നതുകൊണ്ട് അത് നമ്മൾ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ചെറുപ്പം മുതലേ നമ്മളെ അവരെ ഈ രീതിയിൽ അവരുടെ ഒരു 4, 5, 6 അതിൽ കൂടുതലൊരു ഡ്രസ്സിൻ്റെ ആവശ്യമില്ല ഒരു കൊച്ചുങ്ങളെ സംബന്ധിച്ച്. അത് ആദ്യം മാതാപിതാക്കളാണ് ഈ പുണ്യം കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നമ്മളത് ചെയ്യാതിരുന്നിട്ട് കുഞ്ഞുങ്ങളോട് നിങ്ങളിത് ചെയ്യുക, നിങ്ങളിങ്ങനെ ചെയ്യണം, ആശ അടക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതേസമയം ഒരു പരിധിയില്ലാതെ കാണുന്നതെല്ലാം വാങ്ങിച്ചു കൂട്ടുക. ഒരു ഷോപ്പിൽ ചെന്നു, അത് ഇഷ്ടപ്പെട്ടു, അത് വാങ്ങിച്ചു, അടുത്തടുത്ത് ചെന്നു. സ്ത്രീകളാണെങ്കിൽ ഡ്രസ്സ് കാണുന്നു, ഓർണമെൻറ്റ്സ് കാണുന്നു, അതെല്ലാം വാങ്ങിക്കുക. പുതിയതൊരെണ്ണം കാണുമ്പോഴേക്ക് അതിനോടൊരു താല്പര്യം. പുരുഷന്മാരാണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പുതിയത് ഇറങ്ങുന്നതിനനുസരിച്ച് അതൊന്ന് വാങ്ങിച്ചു നോക്കാം. അങ്ങനെയുള്ള ഒരു ചിന്ത ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് ആൾക്കാർക്കുണ്ട്. അപ്പം അത് നമ്മൾ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് ആ ഒരു പരിശീലനം കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെയാണ് കുഞ്ഞുങ്ങൾ മോഡലായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു കൺട്രോൾ, ഒരു ആശയടക്കം നമ്മളിൽ വരുത്തിയിട്ട് കുഞ്ഞുങ്ങളെ ഈ രീതിയിൽ ആശയടക്കം വരുത്തി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് ഭക്ഷണമേശയിലൊക്കെ ഇരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞങ്ങൾ 6 മക്കളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പേരൻസും എല്ലാവരുമായിട്ട് 8-10 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ 3-4 നേരം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെച്ച് എല്ലാവരും സമൃദ്ധമായിട്ട് കഴിക്കുന്ന ആ ഒരു രീതിക്ക് പകരം നമ്മൾ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കുക, കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് ഇത്രയാണ് നമ്മൾ കഴിക്കേണ്ടത്. അങ്ങനെ ഒരു പരിശീലനം കൊടുക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ ചെന്നാലാണെങ്കിലും അല്ലെങ്കിൽ കുറേ ആൾക്കാർ വരുമ്പോഴും അവർ ചോദിക്കും, ഇത്ര എടുക്കാവോ, ഇത് മതിയോ, അങ്ങനെ ഒരു ചിന്തയിലേക്ക്, അല്ലെങ്കിൽ എല്ലാം എനിക്ക് കിട്ടട്ടെ എന്നുള്ള ആഗ്രഹവും ആശ തൃപ്തിപ്പെടുത്തലും ഒക്കെയാണ് വരുന്നത്. അത് ചെറുപ്പം മുതലേ നമ്മൾ പരിശീലിപ്പിക്കുമ്പോൾ അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുവാനുള്ള ഒരു പരിശീലനം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പരിശീലനം കൊടുക്കുന്നതിലൂടെ നമുക്ക് മാതാപിതാക്കൾക്കും ഒരു സെൽഫ് കൺട്രോൾ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ പരിശീലിക്കാം എന്നൊരു ചിന്ത വരുമ്പം എല്ലാവർക്കും ആ ഒരു ആശയടക്കം എന്ന പുണ്യം പരിശീലിക്കുവാനായിട്ട് സാധിക്കും. ചേച്ചി, ആശയടക്കം നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഉദാഹരണങ്ങൾ ചേച്ചിക്കൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ആശയടക്കം കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന് ഒരു 3 കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മുടെ അത്യാവശ്യം എന്താണ്, ആവശ്യം എന്താണ്, അനാവശ്യം എന്താണെന്നുള്ളത് നമ്മളാദ്യം അറിഞ്ഞിരിക്കണം. അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് അവരെ ആശയടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഉദാഹരണത്തിന്, എൻ്റെ മോള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഫോണുണ്ട്, എനിക്ക് ഒരു ഫോൺ വാങ്ങിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആൾക്കാരെ വിളിക്കുക എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ഉപയോഗം. ഇപ്പോഴാണ് നമ്മളത് പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പം മോളെ, നീ ഞങ്ങളുടെ കൂടെയുണ്ട്, നിനക്കൊരു ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല
എന്ന് പറഞ്ഞ് കാര്യം പറഞ്ഞ് അത് നമ്മുടെ ഒരു അത്യാവശ്യമല്ല, അതൊരു നമ്മുടെ ആവശ്യം, നിൻ്റെ ഒരു ആവശ്യം പോലുമല്ല എന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവൾ ആ ഒരു ആഗ്രഹം മാറ്റി. അതുപോലെ നമ്മളുടെ ഓരോ ആഗ്രഹങ്ങളും ആശകളും അത് അത്യാവശ്യമാണോ ആവശ്യമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കും. വേറൊരു ഉദാഹരണത്തിന് മക്കളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ചെറുപ്പത്തിൽ തന്നെ ഒരു 8-10 വയസ്സാകുമ്പോഴേക്കും അവർക്ക് പറഞ്ഞു കൊടുക്കും, നിങ്ങൾക്ക് ലൈസൻസ് എടുക്കണമെങ്കിൽ 18 വയസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനം ഓടിക്കണമെങ്കിൽ 2 വീലർ ആണെങ്കിൽ 21 വയസ്സാകാതെ ലൈസൻസ് എടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളത് ചെറുപ്പത്തിലേ പറഞ്ഞു കൊടുത്ത് അവരുടെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവർ വലുതാകുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു അവരുടെ ആശ തന്നെ ഇല്ലാണ്ടാവുകയാണ്. സത്യത്തിൽ നമ്മളത് ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്വഭാവം അവരിലേക്ക് വരുന്നത്. ഇനി മറ്റൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന 1-2 പ്രാക്ടിക്കൽ കാര്യങ്ങൾ നമ്മുടെ സഭ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ചകളിൽ മാംസവർജനം, ഇതൊക്കെ നമ്മളുടെ ഒരു പരിശീലനമാണ്. ആശയടക്കുവാനുള്ള മാംസവർജനം നടത്തുന്നതിലൂടെ ഒരു ആശയടക്കം നമ്മൾ പരിശീലിക്കുന്നു. അതുപോലെ ഉപവാസങ്ങളും നോയമ്പുകളും, നമ്മൾ കൊച്ചുങ്ങളല്ലേ അവർ നോയമ്പെടുക്കണ്ട നമ്മളെടുക്കാം എന്ന് വിചാരിക്കാതെ അവരെ ചെറുപ്പം മുതലേ അങ്ങനെ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരുന്നത് ഭക്ഷണത്തിൻ്റെ ആസക്തിയിൽ നിന്ന് തന്നെ വേണം നമ്മൾ ആ ഒരു ആശയടക്കം ശീലിപ്പിച്ചു വരുവാനായിട്ട്. അങ്ങനെയുള്ള പരിശീലനങ്ങൾ നമുക്ക് നടത്തുന്നതിലൂടെ കുഞ്ഞുങ്ങളെ ആശയടക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ കൊച്ചുത്രേസ്യ ചെയ്തിരുന്ന കാര്യമുണ്ട്. ഒരു മിഠായിയോ എന്തെങ്കിലും ഒരു സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് ഈശോയുടെ അടുത്ത് കൊണ്ടുപോയി വെക്കും. അവിടെ വെച്ചിട്ട് ഈശോയെ നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്കായിട്ട് ഞാൻ ഈ മിഠായി കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കുവാണ്, ആശയടക്കുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് ഈശോയെ ഞാനിത് കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അതെടുത്ത് കഴിക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പല രീതിയിൽ കുറച്ച് സമയത്തേക്ക് ചില കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അവർക്കത് ചെയ്തു കൊടുക്കാനുള്ളത് നമുക്ക് ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ വീട്ടിൽ ചില നിസ്സാര സാധനങ്ങൾക്ക് പോലും അവർ പല പ്രാവശ്യം ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ അടുത്തൊക്കെയാണ്, ഹസ്ബൻഡിൻ്റെ അടുത്ത് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിക്കാനായിട്ട് പിള്ളേർ പല പ്രാവശ്യം, അത് അവരുടെ അത്യാവശ്യമാണെങ്കിൽ പോലും അവരെ കൊണ്ട് അത് ചോദിപ്പിച്ച് അവർക്ക് അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തി അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രം കൊടുക്കുന്ന ആ ഒരു രീതിയിലേക്കും ഒക്കെ നമ്മൾ പല രീതിയിൽ നമ്മളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരുത്തർക്കും പരിശീലനങ്ങൾ നൽകാവുന്നതാണ്. ഓക്കെ, അപ്പം ചേച്ചി ഒരുപാട് നല്ല നല്ല ആശയങ്ങൾ നമ്മളോടത്ത് പങ്കുവച്ചു. അതായത് ഒരു പുണ്യമായിട്ട് നമ്മളിതിനെ മാറ്റിയെടുക്കുക അല്ലേ? പക്ഷേ ഇതിനകത്ത് ശരിക്കും ചേച്ചി പറഞ്ഞത് ഇത് മാതാപിതാക്കൾ തന്നെ എഫേർട്ട് എടുത്ത്, അതായത് ഈ ഒരു പുണ്യം പരിശീലിക്കുക, അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്ക് ഈ ഒരു പുണ്യം പകരപ്പെടും എന്നുള്ളതാണ് ചേച്ചി നമ്മളോടത്ത് പങ്കുവച്ചത്. ഓക്കെ, അപ്പം ഒത്തിരി നന്ദി ചേച്ചി. അപ്പോൾ നമുക്ക് തിരിച്ച് ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. നമുക്ക് അച്ഛനിലേക്ക് പോവാം. അച്ഛൻ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് ശ്രമിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആശയടക്കം വളരെ നല്ലൊരു സബ്ജക്റ്റാണ്. ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എല്ലാ കാലങ്ങളിലും പലപ്പോഴും ഇതൊരു ഓൾഡ് സ്കീമായിട്ടും ഒരു കാലം കെട്ടുപോയ ടോപ്പിക്കായിട്ടൊക്കെ തോന്നാം പലപ്പോഴും. പക്ഷേ ആത്മീയതയിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്നും എല്ലായ്പ്പോഴും വേണ്ട സാധനമാണ് ഈ ആശയടക്കം. എന്താ ആശയടക്കം? ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനുവദനീയമായ പല സന്തോഷങ്ങളും സുഖങ്ങളും ഒരു വലിയൊരു ഗ്രേറ്റർ കോസിന് വേണ്ടി വേണ്ടാന്ന് വെക്കലാണ് ഈ ആശയടക്കം. ആ ഗ്രേറ്റർ കോസ് എന്ന് പറയുന്നത് ഈശോയുള്ള സ്നേഹം, ഈ ദൈവത്തെ മഹത്വപ്പെടുത്തൽ, എൻ്റെ തന്നെ ആത്മീയതയുടെ വളർച്ച, മറ്റ് ആത്മാക്കളെ നേടാനുള്ള പ്രയത്നം, മറ്റൊത്തിരി കാരണങ്ങളാവാം. ഇതാണ് നമ്മുടെ ആശയടക്കത്തിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞ് ഡെഫിനിഷൻ. നമ്മുടെ സഭയുടെ പാരമ്പര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒട്ടു നാളുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ മരുഭൂമി സന്യാസമൊക്കെ തുടങ്ങുന്നതൊക്കെ ഒരു ആശയടക്കത്തിൻ്റെ ഒക്കെ ഒരു ബേസിലാണ്. ഈ ഭൂമിയിലുള്ള പല സന്തോഷങ്ങളും അത് തെറ്റായിട്ടൊന്നും അല്ല, അതൊന്നും എനിക്ക് വേണ്ട, അതൊരു ഏറ്റവും വലിയ സന്തോഷമായ ദൈവത്തെ നേടാനും ആ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ വീട് നാടൊക്കെ വിട്ട് മരുഭൂമിയിൽ പോയി പല സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് അവിടെ സന്യസിക്കുന്നു. അന്ന് അവർ പ്രാക്ടീസ് ചെയ്ത നല്ല നല്ല പുണ്യങ്ങളൊക്കെ ഉണ്ട്. കണ്ണടക്കം, മിണ്ടടക്കം, ഇതൊക്കെ നമുക്ക് പല വാക്കുകൾ തന്നെ ഫെമിലിയറായ കാര്യങ്ങളൊന്നുമല്ല. ആ സമയത്തൊക്കെ അവർ ഈ ഭക്ഷണങ്ങളിലൊക്കെ പോലും ഉണ്ടല്ലോ, പലപ്പോഴും നല്ല ഭക്ഷണമൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അതിനകത്ത് ഇച്ചിരി ഉപ്പില്ലാതെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കിട്ടുമ്പോഴത്തേക്ക് ഇച്ചിരി ചാരം ഇടുക, അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ കാണാനൊക്കെ നമ്മുടെ കണ്ണ് കെട്ടി നടക്കുക. അങ്ങനെ പല രസകരമായ പല വിശുദ്ധരുടെ ചരിത്രങ്ങളൊക്കെ തിരുസഭയിലുണ്ട്. പക്ഷേ ഈ ഒരു പുണ്യങ്ങളൊക്കെ ഇന്ന് എന്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്താ? ഞാൻ അടുത്തിടെ വായിച്ചൊരു പുസ്തകത്തിൻ്റെ ഒരു വരി ഇതാണ്, തുടക്കം ഇതാണ്: എൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ മരണകാരണങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ മരണകാരണങ്ങൾ. എന്നിട്ട് എൻ്റെ എഴുത്തുകാർ തുടരുകയാണ്: എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ വാർദ്ധക്യത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഷുഗർ പേഷ്യൻ്റായി.
ഹൈ ഡയബറ്റിക് ആയി. എനിക്ക് ഇറച്ചിയാഹാരങ്ങൾ ഭയങ്കര ഇഷ്ടമായിരുന്നു, അനിയന്ത്രിതമായിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. അത് എന്നെ ഒരു ഹൃദ്രോഗിയാക്കി മാറ്റി. ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്. അവസാനം ആ പുസ്തകത്തിന് അവസാനം വീണ്ടും എഴുതി വെക്കുകയാണ്, എൻ്റെ ഇഷ്ടങ്ങളാണ് എൻ്റെ മരണകാരണങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ അത് പാപമൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ അത് നമ്മുടെ ആത്മീയ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ മുരടിപ്പിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളെയും കുഞ്ഞു കുഞ്ഞു നോ പറഞ്ഞ് കൊണ്ടുപോകുക. ഒരു നോ പറയാനുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ആശയടക്കത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ക്രക്സ്. നമുക്ക് ആദ്യമേ പറഞ്ഞ ആ 1-2 അടക്കങ്ങളുണ്ടല്ലോ, കണ്ണടക്കം, മിണ്ടടക്കം. ഈ കണ്ണടക്കം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് സന്യാസിമാരൊക്കെ 6 അടിയിൽ കൂടുതൽ മുമ്പോട്ട് നോക്കില്ല. കാരണം 6 അടിക്ക് അപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, 6 അടിക്ക് നോക്കി ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് 6 അടിക്ക് മുമ്പ് നോക്കാറില്ല. പക്ഷേ ഇന്നും വളരെ പ്രധാനപ്പെട്ടത് ഈ കണ്ണടക്കം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്, അത് നശിച്ചു പോയാൽ ഒരു പ്രയോജനമില്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് തെറ്റിലേക്ക് പോകാനുള്ള പല വഴികളെയും നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ശരീരത്തിൻ്റെ ഈ എല്ലാ ഇന്ദ്രിയങ്ങളുടെ റാണിയാണ് കണ്ണെന്നാണല്ലോ പറയുന്നത്. പല നോട്ടങ്ങളിലൂടെയുള്ള പല പാപങ്ങളൊക്കെ കടന്നു വന്നു. നമ്മൾ ദാവീദിൻ്റെ പാപം പോലും ആ പാപത്തിലേക്ക് നയിച്ച ഒരു നോട്ടമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കണ്ണ്, പക്ഷേ ഇന്നത്തെ ഈ കണ്ണിൻ്റെ നോട്ടങ്ങൾ നമുക്ക് എങ്ങനെ ആശയടക്കത്തോടെ പ്രാക്ടീസ് ചെയ്യാം? എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ നമ്മൾ ഈ പ്രത്യേകിച്ച് ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ ഒത്തിരി നമ്മൾ ഫോണിനെയും അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് പോകും, പലപ്പോഴും ആവശ്യമില്ലാതെ. പണ്ടൊക്കെ ഫോൺ വിളിക്കാൻ നമ്മൾ എടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചുമ്മാതാണെങ്കിലും പല പ്രാവശ്യം നമ്മൾ ഫോൺ എടുത്ത് നോക്കും, ആരും വരുന്നുണ്ടോ, മെസ്സേജ് ഉണ്ടോ, ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നു, അത് തൊട്ട് നോക്കി, അതൊരു യൂട്യൂബ് ലിങ്ക് ആയിരുന്നു, യൂട്യൂബ് ലിങ്കിൽ കയറി, അതിലിപ്പോൾ ഒരു ഫേസ്ബുക്ക് ലിങ്ക് ആയിരിക്കും, അതിൽ കയറി. പിന്നെ നമ്മൾ 1-2 മണിക്കൂർ കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എത്ര സമയം പോയെന്നുള്ളത്. നമുക്ക് ഗുണപ്രദമായ എന്തോരം സമയങ്ങൾ നമുക്കിത് പോയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഉപവസിക്കുന്നതല്ല, കണ്ണടക്കം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇന്ന് 1 മണിക്കൂർ ഉപയോഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ആഴ്ചത്തേക്ക് നമ്മൾ FB യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ യൂട്യൂബ് ഒരാഴ്ചത്തേക്ക് നമ്മൾ കാണുന്നില്ല. ഇങ്ങനെയുള്ള ചില കുഞ്ഞു കുഞ്ഞു തീരുമാനങ്ങളൊക്കെ എടുക്കാമെങ്കിൽ ഭയങ്കര രസമായിട്ട് നമുക്ക് കണ്ണടക്കം പാലിക്കണം. പണ്ടൊക്കെയാണ് നമുക്ക് ഈ സീരിയലിനൊക്കെ പറഞ്ഞ ആഴ്ച ഒരെണ്ണം വരും, അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞൊക്കെയായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണും. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നെറ്റ്ഫ്ലിക്സ്, ആമസോണൊക്കെ വന്നതോടെ നമുക്ക് സീരീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു എപ്പിസോഡൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 5-8 എണ്ണം ഒരുമിച്ചങ്ങ് വരും. 40 മിനിറ്റിൻ്റെയൊക്കെ ഒരെണ്ണം വന്നിട്ട് 7 എണ്ണമൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര മണിക്കൂർ കുത്തിയിരുന്ന് രാത്രിയൊക്കെ മൊത്തം കുത്തിയിരുന്ന് കണ്ടു തീർക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, കാണുന്ന തെറ്റൊന്നുമല്ല, പക്ഷേ നമുക്കത് വേണ്ട എന്ന് വെച്ചിട്ട് കുറച്ച് കണ്ടിട്ട് അല്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ കാണാം, ഒരാഴ്ച കഴിഞ്ഞ് കാണാമെന്നൊക്കെ പറയാമെന്നുള്ള ആ ഒരു അടക്കം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റു പല മേഖലകളിലും നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്താണ് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്നാണെന്നറിയാവോ? നമ്മളിപ്പോൾ ഇതിന് ചെറിയൊരു നോ പറയാൻ പറ്റും, മറ്റു പല മേഖലകളിലും വലിയ നോ പറയാനും വലിയ തീരുമാനങ്ങൾക്കുള്ള ശക്തി, ആത്മീയമായ ബലം നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ കണ്ണടക്കത്തിൻ്റെ മേഖല. അതുപോലെ നമ്മുടെ മിണ്ടടക്കത്തിൻ്റെ മേഖല. മിണ്ടടക്കം എന്നൊക്കെ പറയുന്നത് ഈ നൗഷീറ്റിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചില റെഡ് ഓക്സൈഡ് അടിച്ച ചില നല്ല സ്ഥലങ്ങളുണ്ട്. അവിടെ കയറുമ്പോൾ മിണ്ടാൻ അനുവാദമില്ല. അല്ലെങ്കിൽ വൈകുന്നേരം ഗുഡ് നൈറ്റ് പറഞ്ഞ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞാൽ, നൈറ്റ് പ്രേയറിന് പോയി കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ അനുവാദമില്ല രാവിലെ വരെ. അപ്പോൾ ആ സമയം മുഴുവൻ നമ്മൾ ദൈവത്തോട് മിണ്ടുക എന്നുള്ള അതിൻ്റെ ഇൻറ്റൻഷൻ, മിണ്ടടക്കം പാലിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ. അപ്പോൾ നമുക്ക് പലപ്പോഴും പല വ്യക്തികൾക്കും ഈ നാക്ക് പ്രശ്നമായ വ്യക്തികളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പല കുമ്പസാരത്തിൽ നമ്മൾ ഏറ്റു പറയുന്നതായിരിക്കും നാക്കിന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി ഗോസിപ്പ് പറഞ്ഞു പോകുന്നു, കുറ്റം പറയുമ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കി, ചില കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആശയടക്കം എടുക്കാം. ചില ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അവോയ്ഡ് ചെയ്യുന്ന ആശയടക്കം എടുക്കാം. അല്ല, ചില കൂട്ടുകാരുമായിട്ട് വരുമ്പോൾ ആ ചില ഒക്കേഷൻസ് ഉണ്ട്, നമുക്കറിയാം അന്നേരമാണ് നമ്മുടെ നാവ് കൈവിട്ട് പോകുന്നത്, അവിടെ നമുക്ക് ആശയടക്കം എടുക്കാം. ഇത് നാവിൻ്റെ മേഖല. ഇനി നമുക്ക് ഫുഡടക്കം ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഉപവാസങ്ങളും വെള്ളിയാഴ്ച ഉപവാസങ്ങളും അല്ലെങ്കിൽ നോമ്പുകാലം ഒക്കെ സഭ തന്നേക്കുന്നത് ഇതുപോലെ നമ്മുടെ ശരീരത്തെ കൂടി ഒന്ന് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പോലും പലപ്പോഴും അവർക്ക് ഇഷ്ടപ്പെടുന്ന ലേസോ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സോ പിസ്സയോ ഇതൊക്കെ പറഞ്ഞ് എപ്പോഴും മേടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ ഒരാഴ്ച നമുക്ക് ഈശോയെ പ്രതിയൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ സമ്മതിക്കും. അതെങ്ങനെ അത് ചെയ്യണമെങ്കിൽ കുഞ്ഞിലേ മുതൽ ട്രെയിൻ ചെയ്യണം. വലുതായി കഴിഞ്ഞാൽ നമ്മളിതിൽ നോ പറയാൻ പോകുമ്പോൾ നമ്മൾ അവരോടെല്ലാത്തിനും നോ പറയുന്ന ഈ മർക്കടമുഷ്ടിക്കാരായ മാതാപിതാക്കളാണെന്ന് കുഞ്ഞുങ്ങൾ വിചാരിച്ചു. പക്ഷേ കുഞ്ഞിനെ തന്നെ ട്രെയിൻ ചെയ്യിക്കാം. ഞാൻ നല്ല ഉദാഹരണം പറയാം. എൻ്റെ തന്നെ ഫ്രണ്ടായ ഒരു അമ്മ, ഒരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടി, കുഞ്ഞു എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിക്ക്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു ധ്യാനത്തിന് പോകാൻ നേരത്ത് ഞാൻ അവരോട് എനിക്കൂടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി എല്ലാ ദിവസവും വൈകുന്നേരം ക്ലാസ്സിൽ തിരിച്ചു വന്നിട്ട് അല്പനേരം ഒരു ഗെയിം കളിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുന്ന സമയമുണ്ട്, ഒരു 1/4 മണിക്കൂർ. അന്ന് തിരിച്ചു വന്നപ്പോൾ അമ്മ പറയണം, മോളെ അച്ഛൻ ധ്യാനിപ്പിക്കാൻ പോയിക്കോല്ലേ, അതുകൊണ്ട് മോക്ക് വേണമെങ്കിൽ ഇന്നിത് ഈ ഗെയിം കാണാതെ അച്ഛന് ധ്യാനം നന്നായിട്ട് വിജയിക്കാനും ധ്യാനം കേൾക്കുന്ന എല്ലാവർക്കും ഈശോയെ കിട്ടാനും വേണ്ടിയുള്ള വലിയൊരു കാര്യത്തിന് വേണ്ടി സമർപ്പിക്കാം. കൊച്ചു ഹാപ്പിയായി. കൊച്ചു നമ്മൾ ഇഷ്ടമായതുകൊണ്ടും അമ്മ പറഞ്ഞു കൊടുത്ത നൈസ് ആയതുകൊണ്ടും ഈശോയുടെ സ്നേഹത്തിൽ നിന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടും കൊച്ചു നൈസായിട്ട് പ്രാക്ടീസ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ ആശയടക്കം എന്നൊക്കെ പറയുന്നത് കംപ്ലീറ്റ് നോ പറയലല്ലാതെ നമുക്ക് ഒരല്പം കൊണ്ട് ഇപ്പോൾ 2 ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് ഒരെണ്ണം നാളെ കഴിക്കാം.
അത് ഈശോയുടെ സ്നേഹത്തെ പ്രതിയും ഒരു 10 ആത്മാക്കൾക്ക് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലും അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിന് ഇഫക്റ്റ് വരും. എനിക്ക് മറ്റൊരു ഒരു ഈ ആശയടക്കം പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു നല്ല ഒരു വഴിയെന്ന് തോന്നിയതാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മുടെ ഇന്ദ്രിയങ്ങളാണല്ലോ പ്രധാനമായിട്ട് നമ്മൾ അടക്കാൻ പഠിക്കേണ്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കട്ടിലിരുന്നുകൊണ്ട് തന്നെ കുരിശ് വരയ്ക്കുമല്ലോ, കുരിശ് വരയ്ക്കുന്നതിലൂടെ 2-3 എക്സ്ട്രാ കുരിച്ചുകൂടി വരയ്ക്കുക. പിന്നെ കണ്ണുകളിൽ, നാവിൽ, ചെവിയിൽ, മൂക്കിൽ, നമ്മുടെ ഈ സ്കിന്നിലൊക്കെ ഓരോ കുരിശ് വെച്ചിട്ട് ഈശോയെ എൻ്റെ കണ്ണുകൾ നിയന്ത്രിക്കാൻ സഹായിക്കണമേ, എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സഹായിക്കണമേ, എൻ്റെ കേൾവിയെ നിയന്ത്രിക്കാൻ സഹായിക്കണമേ, എൻ്റെ ഇന്ദ്രിയങ്ങൾ, അങ്ങനെ ഓരോന്നും കുരിശ് വരച്ച് ബലപ്പെടുത്തി എഴുന്നേറ്റ് പോവുക. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ടെൻഷൻസോ അല്ലെങ്കിൽ കണ്ണിനോ അല്ലെങ്കിൽ നാവിനൊക്കെ ഭയങ്കരമായിട്ട് ടെംപ്ടേഷൻസ് വരുമ്പോൾ ഒന്നുകൂടി കുരിശ് വരച്ച് കൊടുക്കുക. ഭയങ്കര ബലമുള്ള സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ മെറ്റീരിയൽ, പവർഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മൾ കുരിശ് വരച്ചു കൊടുക്കുക എന്നുള്ളത്. അതാണ് നമുക്ക് ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള, നമ്മുടെ ആശയടക്കം പ്രാക്ടീസ് ചെയ്യാനുള്ള മറ്റൊരു വലിയ പ്രധാനപ്പെട്ട മേഖല. മൂന്നാമതായിട്ട് പേരൻസ് നിങ്ങൾ തന്നെ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ മക്കളോട് പറയേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കൊച്ച് എപ്പോഴും ഫോണിന് അഡിക്റ്റ് ആയ ഒരാളാണെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ അതിന് മുമ്പേ അഡിക്റ്റ് ആയ ഒരാളാണ്. നിങ്ങൾക്ക് എങ്ങനെ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റും, ഫോൺ ഉപയോഗിക്കണ്ട കേട്ടോ, ഗെയിം കളിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ TV കാണണ്ട കേട്ടോ? ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. എൻ്റെ തന്നെ ബാല്യത, ഞാൻ ടീനേജിൽ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര അഡിക്ഷൻ ആയിരുന്നു. അപ്പോൾ അമ്മച്ചി എന്നെ സ്ട്രിക്റ്റ് ആയിട്ട് സ്കൂളിലൊക്കെ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കാണണ്ടെന്ന് പറഞ്ഞ് TV ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് നല്ല ദേഷ്യമൊക്കെ വരുമായിരുന്നു. പക്ഷേ ഞാൻ നൈസായിട്ട് എന്ത് ചെയ്തു, എൻ്റെ ഇച്ചാന് ക്രിക്കറ്റ് വലിയ കളി കാണാൻ താല്പര്യമൊന്നുമില്ല. ഇച്ചാൻ ആകെ ന്യൂസിന് മാത്രം അഡിക്ഷൻ ഉള്ളായിരുന്നു. ഞാൻ ഇച്ചാനെ ക്രിക്കറ്റ് കളി പഠിപ്പിച്ച് ക്രിക്കറ്റിൽ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇച്ചാൻ എന്ത് കളി കാണാൻ തുടങ്ങിയതുകൊണ്ട് അമ്മച്ചിക്ക് നോ പറയാൻ പറ്റത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇത് പിള്ളേർക്കുള്ള ഒരു ക്ലൂ പറഞ്ഞു കൊടുത്തല്ല, മറിച്ച് പേരൻസ് ഇക്കാര്യത്തിൽ നോ പറയാൻ പറ്റി അവർ തന്നെ ചില കാര്യങ്ങൾ ആശയടക്കം കാണിക്കുമെങ്കിൽ, അതായത് ഇത് ടിവിയുടെ കാര്യം മാത്രമല്ല കേട്ടോ, വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, സാധനങ്ങൾ അക്വയർ ചെയ്യുന്ന കാര്യത്തിൽ, പണത്തിനോടുള്ള ആർത്തി, ഭക്ഷണത്തിനോടുള്ള ഒത്തിരി കിട്ടണമെന്ന ആഗ്രഹം, ഡ്രസ്സ്, ഇതെല്ലാ കാര്യങ്ങളിലും പേരൻസ് നല്ല സ്ട്രിക്റ്റ് ആയിട്ടൊരു മോഡൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ഇക്കാര്യത്തിൽ വലിയൊരു ഇത് വരത്തില്ല. കാരണം ഇത് നമ്മൾ ഈ ആശയടക്കം പ്രാക്ടീസ് ചെയ്യുന്ന ആർത്തി എന്ന് പറയുന്ന, കൊതി എന്ന് പറയുന്ന വലിയൊരു മൂലപാപത്തിനെതിരായിട്ട് നമ്മുടെ ശരീരത്തിനെയും ആത്മാവിനെയും ബലപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതിലൂടെ വലിയൊരു നന്മയും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് ടീനേജിലൊക്കെ എത്തുമ്പോൾ അവർ കടന്നു പോകാൻ സാധ്യതയുള്ള ഭയങ്കര ടെംപ്ടേഷൻസിൻ്റെയും അഡിക്ഷൻസിൻ്റെയും ലോകത്ത് അവർക്ക് സ്ട്രോങ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും നോ പറയാൻ പറ്റണമെങ്കിൽ കുഞ്ഞിലെ മുതൽ ഈ ഒരു ആശയടക്കം പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ കണ്ണടക്കവും മിണ്ടടക്കവും ഭക്ഷണത്തോടുള്ളതും എല്ലാത്തിലുള്ള ഒരു കൊതി എല്ലാം മതി 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 എന്ന് സംതൃപ്തിയുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കാനായിട്ട് ഇത് വലുതായിട്ട് നമ്മളെ സഹായിക്കും. നമുക്കൊന്ന് ചേർന്ന് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. കർത്താവായ ഈശോയെ, ഞങ്ങൾ കുടുംബം ഒന്ന് ചേർന്ന് ഈ ഒരു ആശയടക്കം വലിയൊരു പുണ്യം ഞങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും വളരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയൊക്കെ ആ ഒരു വിശുദ്ധിയിൽ വളർന്നു വരാനായിട്ട് ഈ ഒരു പുണ്യം സഹായിക്കട്ടെ. ഒന്നിനോടും അതിയായ ആർത്തിയും കൊതിയും ഇല്ലാതെ നീ മതിയായവൻ, നീയാണ് ഏറ്റവും വലുത്, നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ഞങ്ങൾക്ക് പലതും മാറ്റിവെക്കാൻ പറ്റും, ഒത്തിരി ആത്മാക്കളെ നേടാനായിട്ട് പലതും ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഞങ്ങളുടെ മക്കളെ ഒന്ന് കുഞ്ഞിലെ തന്നെ മനസ്സിലാക്കി കൊടുക്കണമേ. പരിശുദ്ധാത്മാവിന് വലിയൊരു കൃപ തരണമേ. പ്രത്യേകിച്ച് ഞങ്ങൾ മാതാപിതാക്കൾക്ക് പലതോട് നോ പറയേണ്ട വലിയ ശക്തി നൽകണമേ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങളുടെ മക്കൾക്ക് സുവിശേഷങ്ങളാവട്ടെ. ഈശോയെ, പണത്തിന് വേണ്ടിയും വസ്ത്രത്തിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും കൂട്ടുകെട്ടിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ആർത്തിയോട് ഓടി നടക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും വലുത് നീയാണെന്നും ഞങ്ങളുടെ ആത്മാവാണെന്നും ഞങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയാണെന്നും ഈശോയെ വലിയൊരു സ്വർഗീയ സന്ദേശം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ബോധ്യപ്പെടുത്തി തരികയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ അഡിക്ഷൻസിൻ്റെ മേഖലകളെയും എല്ലാ കൊതിയുടെ മേഖലകളെയും തമ്പുരാനെ ഈ നിമിഷം നിന്റെ നാമത്തിന് ഞങ്ങൾ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ആ ഒരു മേഖലയിലുള്ള വലിയൊരു അഡിക്ഷൻസിൻ്റെ മേഖലയുള്ള വലിയൊരു വിടുതൽ നിന്റെ നാമത്തിൽ കിട്ടപ്പെടട്ടെ. എല്ലാവരും സ്വതന്ത്രരാവട്ടെ. നീ മാത്രം മതി എന്ന് ചിന്തിക്കാൻ, നിന്നിൽ സംതൃപ്തി നേടാൻ ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. Until then, goodbye.